കോടതിയിൽ വാദം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നത്. ഏത് സമയത്ത് വിളിപ്പിച്ചാലും കോടതിയിൽ പോലീസിന് മുൻപാകെ ഹാജരാകാൻ തയ്യാറാണ്. കേസിന്റെ മെറിറ്റ് ഇപ്പോൾ പരിശോധിക്കുന്നില്ല എന്ന് കോടതി ഇവിടെ വ്യക്തമാക്കുന്നു. റിമാൻഡ് ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ടോ എന്നത് മാത്രമാണ് പരിഗണനാ വിഷയം എന്നാണ് കോടതി ഇപ്പോൾ പ്രതിഭാഗത്തെ അറിയിക്കുന്നത്. ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് കോടതിയിൽ ആവശ്യപ്പെടുകയാണ്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി കോടതിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, വാദം തുടരുകയാണ്. പ്രതിഭാഗം വാദം പൂർത്തിയാക്കി പ്രോസിക്യൂഷൻ മറുപടി പറഞ്ഞു തുടങ്ങിയോ? വിജയകുമാർ, പ്രോസിക്യൂഷന്റെ മറുപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ശക്തമായി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ജാമ്യത്തിന് വേണ്ടി എന്നാണ് ഈ വാദങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൽ നടിക്കെതിരെ അടക്കം ഗുരുതരമായ പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും താൻ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ആദ്യമേ തന്നെ നിലപാട് വ്യക്തമാക്കുന്നു. ഒപ്പം അറസ്റ്റ് പോലും വേണ്ടാത്തൊരു കേസിൽ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന പ്രതിഭാഗം ചോദിക്കുന്നുണ്ട്. കാശ് നൽകിയാൽ പ്രതിഫലം നൽകി പ്രൊമോഷനും പബ്ലിസിറ്റിക്കും വേണ്ടിയാണ് അന്ന് ഹണി റോസിനെ കൊണ്ടുവന്നത്. അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു, നടി പറയുന്നത് തെറ്റായ കാര്യമാണെന്ന് പ്രതിഭാഗം കോടതിയെ ധരിപ്പിക്കുന്നു. ആവർത്തിച്ച് അക്കാര്യങ്ങൾ തന്നെ കോടതിയിൽ പറയുകയാണ്. അതായത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ താൻ ഒരു ദുരുദ്ദേശപരമായ സംസാരവും നടത്തിയിട്ടില്ല. ഈ കുന്തി ദേവിയെ പോലെ ഉണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീ ആ കഥാപാത്രം അവതരിപ്പിച്ച നടിയെ പോലെ ഉണ്ട് എന്ന് പറയാനാണ് താൻ ശ്രമിച്ചത്. അതിലൊരു അശ്ലീല സന്ദേശവും അല്ലെങ്കിൽ അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളും താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. അപ്പോൾ കോടതി വ്യക്തമാക്കിയത് ഈ കേസിന്റെ മെറിറ്റിലേക്ക് താൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല എന്ന് കോടതി പറയുന്നു. ഒപ്പം റിമാൻഡ് ഈ ഘട്ടത്തിൽ ആവശ്യമാണോ എന്നത് മാത്രമാണ് പരിശോധിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷൻ വാദം അല്പസമയം മുമ്പ് തുടങ്ങിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ ആകട്ടെ ആദ്യം മുതൽ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കരുതെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ വീഡിയോ ദൃശ്യം പോലും ഹാജരാക്കരുത് ആദ്യഘട്ടത്തിൽ എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അതായത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനും ബോബി ചെമ്മണ്ണൂരിന്റെ റിമാൻഡും പ്രോസിക്യൂഷൻ ശക്തമായി ആവശ്യപ്പെടുന്നു എന്ന ആദ്യഘട്ടം മുതൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ വീണ്ടും ആവർത്തിക്കുന്നു. പുതിയ വകുപ്പിന്റെ ഉദ്ദേശം തന്നെ ഇത്തരം കുറ്റകൃത്യം തടയുക എന്നതാണ്. പ്രത്യേകിച്ച് നേരത്തെ IPC 354 ഇപ്പോൾ BNS 75 മാറിയിരിക്കുന്നത്. അതിൽ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ഉള്ള വകുപ്പുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിൽ ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും എന്ന് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്. ഗുരുതരമായ വീഴ്ചകൾ ബോബി ചെമ്മണ്ണൂരിന് സംഭവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിയിട്ടുണ്ട്. അതെല്ലാം പരിശോധിക്കണമെന്നാണ് നിലവിൽ ഈ ജാമ്യം തടയുന്നതിന് വേണ്ടി അതെല്ലാം പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പക്ഷേ ഈ ജാമ്യം വേണമെന്ന നിലപാട് വേണം അല്ലെങ്കിൽ ജാമ്യം ലഭിക്കണം, അത്തരത്തിലുള്ള ഗുരുതരമായ തെറ്റുകളിലേക്ക് ബോബി ചെമ്മണ്ണൂർ പോയിട്ടില്ല എന്ന പ്രതിഭാഗവും പറയുന്നു. ശക്തമായ വാദം നിലവിൽ നടക്കുകയാണ്. കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് അറിയാനുള്ളത്. നേരത്തെ തന്നെ കോടതി നിലപാട് വ്യക്തമാക്കിയിരുന്നു, കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ അല്ലെങ്കിൽ ഈ തെളിവുകൾ പരിശോധിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് ചോദ്യചിഹ്നമായി അവിടെ തുടരുകയാണ്. ഇനി പ്രോസിക്യൂഷൻ മറ്റു വാദങ്ങളൊക്കെ ഉന്നയിക്കും. പ്രത്യേകിച്ച് നടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം സമൂഹത്തിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ. നിലവിൽ ഈ കേസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് നടക്കുന്നത്. അത് പ്രതിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതകളുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ ശരി വിഷ്ണു.